കോൺട്രാക്ട് മാരേജ് ഭാഗം 31 റൈറ്റൻ ബൈ റോസ്. കോളിംഗ് ബെൽ ശബ്ദം കേട്ടതും ശിവൻ വന്നെന്ന് മനസ്സിലായി. സാറ് വന്നു മോളെ, ഇനി പേടിക്കണ്ട. അവൾക്ക് ധൈര്യം പകരും പോലെ ആലീസ് പറഞ്ഞതും അവൾ എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു. അവളെ ഇന്ന് നോക്കിയിട്ട് അവൻ അകത്തേക്ക് കയറി. ആലീസ് ഇതുവരെ പോയില്ലേ? എന്നും പോകുന്ന സമയം കഴിഞ്ഞിട്ടും പോകാതെ നിൽക്കുന്ന ആലീസിനെ നോക്കിയാണ് ശിവൻ്റെ ചോദ്യം. പോകുക സാറേ, പണി കഴിഞ്ഞപ്പോൾ നേരം പോയി പറഞ്ഞിട്ട് ആലീസ് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. കുഞ്ഞെ, സാറിനോട് പറയണേ, മറക്കല്ലേ. ആലീസ് ഒന്നുകൂടി അവളെ ഓർമ്മിപ്പിച്ചതും അവൾ തലയാട്ടി. പക്ഷേ എങ്ങനെ പറയണമെന്ന് അവൾക്കും അറിയില്ലായിരുന്നു. പറഞ്ഞാൽ അവൻ വിശ്വസിക്കുകയുമില്ല. ഭദ്ര വാതിലടച്ചു പൂട്ടി ശിവനോട് കാര്യങ്ങൾ പറയുന്നതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവൻ്റെ വിളി വന്നത്. ഭദ്ര വേഗത്തിൽ അവനടുത്തേക്ക് നടന്നു. ശിവേട്ടൻ വിളിച്ചോ? എവിടെ? രാവിലെ ഞാൻ തന്ന ഫയൽ പറഞ്ഞതൊക്കെ നോക്കി വെച്ചിരുന്നോ നീ? അതൊക്കെയെല്ലാം നോക്കിയിട്ടുണ്ട്. ഞാൻ മുറിയിൽ വെച്ചേക്കുക, എടുത്തിട്ട് വരാം. പതുക്കെ മതി, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. നീ ഹാളിലിരുന്നു. അവൻ ഷർട്ടിൻ്റെ ബട്ടൺ അഴിക്കുന്നതിനിൽ അവളോടായി പറഞ്ഞു. ശിവൻ ഫയൽ ചെക്ക് ചെയ്യുമ്പോഴെല്ലാം അവളുടെ മനസ്സിലെ ചിന്ത ആരാകും തൻ്റെ പിന്നാലെയെന്നായിരുന്നു. അടുത്തു തന്നെ ഇരിക്കുന്ന ശിവനോട് പറയണമെന്നുണ്ട്. പക്ഷെ പറഞ്ഞാലും പ്രയോജനമുണ്ടാകുമെന്ന് തോന്നുന്നില്ലെന്ന് അവൾക്ക് തോന്നി. അവൻ വിശ്വസിക്കില്ല, പിന്നെ എന്തിനു പറയണം? നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? വേണ്ട, ഞാൻ വരുന്നില്ല. എല്ലാം കറക്റ്റാണോ? അവൾക്ക് നോക്കാൻ കൊടുത്ത ഫയൽ മേശയിലേക്ക് വെക്കുന്ന കണ്ടവൾ ചോദിച്ചു. അതെ. എന്തേ പുറത്ത് പോകണമെന്ന് പറഞ്ഞത്? അവളിൽ നിന്ന് ഇങ്ങനെയൊരു മറുപടി ആയിരുന്നില്ല അവൻ പ്രതീക്ഷിച്ചത്. പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഉടനെ അവൾ പോകാമെന്ന് പറയുമെന്ന് കരുതിയവൻ. ഭദ്രയുടെ മനസ്സിൽ പക്ഷേ പേടിയായിരുന്നു. പുറത്താരോ തന്നെ പിന്നാലെ ഉണ്ടെന്നുള്ള ചിന്ത അവളെ പുറത്തേക്ക് പോകുന്നതെന്ന് വിലക്കി. എനിക്കെന്തോ നല്ല സുഖം തോന്നുന്നില്ല. ഞാൻ കുറച്ചു നേരം പോയി കിടക്കട്ടെ. എന്താ, എന്തെങ്കിലും മേലാഴികയുണ്ടോ? അവളുടെ അടുത്തേക്ക് ചെന്ന് നെറ്റിയിൽ കൈവച്ചവൻ ചോദിക്കുന്നേ. ഭദ്ര അവൻ്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല. എടോ, എന്താ, പനിയൊന്നുമില്ലല്ലോ? നെറ്റിയിൽ നിന്ന് കൈയെടുത്ത് കണ്ണ് ചുരുക്കി അവളെ നോക്കിയാണ് സംസാരിക്കുന്നത്. ഇത്രയും നേരം അവൾക്കത്ര കുഴപ്പമില്ലായിരുന്നു. പുറത്തേക്ക് പോകാൻ വിളിച്ചപ്പോഴാണ് പെട്ടെന്നൊരു മേലാഴിക. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ശിവേട്ടാ. എങ്കിൽ താൻ കുറച്ചു നേരം കിടക്ക്. എനിക്കും കുറച്ച് ജോലിയുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. കുറവില്ലേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അതിനവളൊന്ന് മൂളുക മാത്രം ചെയ്തിട്ട് മുറിയിലേക്ക് പോയി. വാതിലടച്ച് ബെഡിലേക്ക് വീഴുമ്പോൾ എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നിയവൾക്ക്. എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നുന്നു. എന്തൊരു സമാധാനക്കേടാണ്. ആരും ശത്രുക്കളില്ലാതിരുന്ന തനിക്കിപ്പോൾ ആരെന്ന് പോലും അറിയാത്ത ആരോ ഒരാൾ പിന്നാലെ കൂടിയേക്കുവാണ്. എന്താണ് അയാളുടെ ഉദ്ദേശമെന്നോ എന്തിനാ തൻ്റെ പിന്നാലെയെന്നോ അറിയില്ല. പുറത്തേക്ക് പോകാനും ശിവേട്ടൻ്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാനുമൊക്കെ അത്ര ആഗ്രഹമുണ്ടായിട്ടും പോകാൻ മടിച്ചത് ആരെന്ന് പോലും അറിയാത്ത ആ അപരിചിതനെ പേടിച്ചാണ്. അയാൾ തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി തനിക്കുണ്ട്. ആരുമില്ലാത്തവളാണ്, അതിൻ്റെ ഭയമാണ്. അർജുനെ ഒന്ന് വിളിക്കാം. അവനോടൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അവനോടൊന്ന് സംസാരിച്ചാൽ കുറച്ച് സമാധാനം കിട്ടും. ബെഡിന് സൈഡിൽ കിടക്കുന്ന ഫോൺ എടുത്ത് തുറന്നു. കോൾ ലിസ്റ്റ് എടുക്കുമ്പോഴാണ് ശിവൻ്റെ നമ്പർ അവളുടെ കണ്ണിൽ പെട്ടത്. ഉച്ചയ്ക്ക് എന്തോ സംശയം ചോദിക്കാൻ വിളിച്ചതാണ്. ആ നമ്പർ സേവ് ചെയ്തിരിക്കുന്ന രീതിയാണ് അവൾ നോക്കിയത്. മൈ ഹസ്ബൻഡ്. എന്തിനങ്ങനെ സേവ് ആക്കിയെന്ന് തനിക്ക് പോലും അറിയില്ല. അവളുടെ ചുണ്ടിൻ കോണിൽ ഒരു പുഞ്ചിരി വിടർന്നു. അവൻ്റെ ഫോട്ടോ ഒന്നും കയ്യിലില്ല. ഉണ്ടായിരുന്നാൽ പേരിനൊപ്പം അതുകൂടി ഇടായിരുന്നു. അവനെ പിരിയേണ്ടി വരുമ്പോൾ മുന്നോട്ട് പിന്നെ ഇതൊക്കെയല്ലേ ഉള്ളൂ. അവനെ ഒന്ന് ഓർക്കാനും കാണാനും. തൊണ്ടയിൽ വല്ലാത്തൊരു നൊമ്പരം തങ്ങി നിൽക്കുന്നു. പിരിയുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. വേണ്ട, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഇനിയുമില്ലേ ദിവസങ്ങൾ, മാസങ്ങൾ. അത്രയും നാളും അവനൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം. അവസാനം ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ ഓർക്കാനും മുന്നോട്ട് ജീവിക്കാനും അവനൊപ്പമുള്ള ഒരുപാട് നല്ല ഓർമ്മകളുണ്ടാവും. ആ കൂടെ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു വെക്കണം. ഇനി ഈ ജീവിതത്തിൽ മറ്റൊരു പുരുഷൻ ഇല്ല. ഭദ്രയ്ക്ക് അതിന് കഴിയില്ലിനി. മനസ്സിൽ ആദ്യമൊക്കെ വെറുപ്പോടെ നോക്കിയ മുഖത്തിനിപ്പോൾ അത്രത്തോളം പ്രണയം നിറഞ്ഞ മുഖമാണ്. ഹൃദയം കൊണ്ടവനെ തൻ്റെ സ്വന്തമായി അംഗീകരിച്ചു കഴിഞ്ഞു. ഒരിക്കലും തന്നിലേക്ക് വന്നു ചേരില്ലെന്ന് അറിഞ്ഞുകൊണ്ടുള്ള സ്നേഹം. അങ്ങനെയുള്ള സ്നേഹത്തിന് തീവ്രത കൂടും. അർജുൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അവനോടൊന്ന് സംസാരിച്ചാൽ കുറച്ചൊക്കെ മനസ്സിന് ആശ്വാസം കിട്ടുമെന്ന് അവൾക്കറിയാം. അച്ചു, ഫോൺ എടുക്ക്. ബെൽ കുറേ പോയിട്ടും അവൻ കോൾ എടുക്കുന്നില്ലെന്ന് കണ്ട് അവൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നു. ആ അർജുൻ, നീ എന്താ ഫോൺ എടുക്കാൻ വൈകിയേ?
അർജുൻ്റെ കോൾ കണക്റ്റ് ആയതും അവൻ എന്തെങ്കിലും പറയും മുൻപേ അവൾ പറഞ്ഞു തുടങ്ങി. നീയൊന്ന് ശ്വാസം വിട് പെണ്ണേ, ഞാൻ ഇതുവരെ ഓഫീസിൽ നിന്നിറങ്ങിയില്ല. അയ്യോ തിരക്കാണോ? അല്ലടി, ഇപ്പോൾ ഇറങ്ങും, നീ പറഞ്ഞോ. ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് വിളിച്ചതാ. അതെന്ത് പറ്റി? നിൻ്റെ വാടക ഹസ്ബൻഡ് അവിടെ ഇല്ലേ? ഉണ്ട്, ഓഫീസിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അങ്ങേർക്കൊക്കെ സുഖമല്ലേ? സ്വന്തം കമ്പനി, ജോലിക്ക് ഇഷ്ടം പോലെ ആളുകൾ, തോന്നുമ്പോൾ പോകുന്നു വരുന്നു. സുഖജീവിതമല്ലേ? നമ്മളെപ്പോലെ വല്ലവൻ്റെയും കീഴിൽ പണിയെടുക്കണം. അതൊക്കെ നീ പറഞ്ഞത് നേരാണേലും എപ്പോഴും തിരക്കാണ്. ഇപ്പം എന്നെയും ഫയൽ നോക്കാനൊക്കെ ഏൽപ്പിച്ചു. നിന്നെയോ? അർജുൻ എടുത്തു ചോദിച്ചതും അവൾ അവനോട് നടന്നതെല്ലാം പറയാൻ തുടങ്ങി. അത് കൊള്ളാലോ. 1 വർഷം കഴിയുമ്പോൾ നിനക്ക് നല്ലൊരു തുക അക്കൗണ്ടിൽ കാണും. പുറത്ത് ജോലിക്ക് പോയാൽ ആരെങ്കിലും കണ്ട് ചോദ്യമൊക്കെയാകും. അതിലും നല്ലത് ഇതാണ്. അവൻ പറയുന്നത് കേട്ട് അവളൊന്നും മിണ്ടിയില്ല. നീ ഇറങ്ങിയോ? ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. അവൾ പെട്ടെന്ന് വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചതും അർജുൻ മറുപടി പറഞ്ഞു. നീ നാളെ ഇവിടം വരെ ഒന്ന് വരാമോ? എന്താടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, വെറുതെ. ഒരു പ്രശ്നമില്ല അച്ചു. ഞാൻ നാളെ ലീവാണ്. നമുക്കൊന്ന് പുറത്തേക്ക് പോകാം. എന്തേ? അവൾക്കതിൽ 100 വട്ടം സമ്മതമായിരുന്നു. രാവിലെ വരുമോ? റെഡിയായി നിൽക്കാനാണ്. ആ, വന്നേക്കാം. നീ ഇപ്പോൾ വെച്ചോ, ഷോപ്പിൽ ഒന്ന് കയറണം. അർജുൻ ഫോൺ വെച്ചതും അവനോടെല്ലാം പറയാമെന്നുള്ള തീരുമാനമായിരുന്നു അവൾക്കപ്പോൾ. അന്നും അവനോട് ചിലതൊക്കെ പറഞ്ഞിട്ട് തിരികെ വന്നപ്പോഴാണ് ധനിയും അവളുടെ ചേട്ടനും കൂടി തന്നോടും അവനോടും വഴക്കുണ്ടാക്കിയതും താൻ ഹോസ്പിറ്റലിലായതും. നാളെ ഇനി ഇതൊക്കെ തൻ്റെ വെറും തോന്നൽ മാത്രമായിരിക്കും. എന്നാലും എന്തു വന്നാലും പറഞ്ഞേക്കാം. അവനാകുമ്പോൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരികയും ചെയ്യും. നാളെ ഇനി അവൻ്റെ കൂടെ പുറത്തു പോകുമ്പോൾ അയാൾ വരുമോ? ഇന്ന് ശിവേട്ടൻ്റെ കൂടെ പോകാതെ ഒഴിഞ്ഞു മാറിയത് കൂടുതലും രാത്രി ആയതുകൊണ്ടാണ്. പകലാണെങ്കിൽ എങ്ങനെയും രക്ഷപ്പെടാം, പക്ഷെ രാത്രി? അയ്യോ, എന്തൊക്കെയോ ഞാൻ ചിന്തിച്ചു കൂട്ടുന്നത്. അതിനയാൾ ആരാണെന്നോ ശരിക്കും അയാളുടെ ഉദ്ദേശം എന്താണെന്നോ പോലും അറിയില്ല. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നത്? വേണ്ട, ഒന്നും ആലോചിച്ച് ഉള്ള സമാധാനം കൂടി കളയണ്ട. ഞാൻ തനിച്ചാണ്, എനിക്ക് ആരുമില്ല. ഇപ്പോഴുള്ള ഈ സംരക്ഷണം പോലും ഇനി എത്ര നാളുണ്ടാവാനാണ്? പിന്നെയും ഞാൻ തനിച്ച്. അന്നും ഇതുപോലെ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ ധൈര്യത്തോടെ മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത്? ഞാൻ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക് തന്നെ എല്ലാം നേരിടണം. അമ്മയുണ്ടാകും എൻ്റെ കൂടെ. പാവം പെണ്ണ്, അവൾക്കറിയില്ലല്ലോ വരാനിരിക്കുന്നത് എന്തൊക്കെയാണെന്ന്, അതിനെ എങ്ങനെ നേരിടേണ്ടി വരുമെന്ന്. ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ആരൊക്കെ ഉണ്ടാകുമെന്ന് അവൾക്ക് മനസ്സിലാക്കാനുള്ള അവസരം കൂടിയാകും അതെന്ന്. അർജുൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്ന കാര്യമൊന്നും അവൾ ശിവനോട് പറയാൻ പോയില്ല. എന്തോ അവനോടുള്ളിൽ ചെറിയൊരു നീരസമുണ്ട് അവൾക്ക്. അവൻ്റെ തിരക്കുകൾക്കിടയിൽ തൻ്റെ കാര്യം മറന്നുപോയെന്നൊരു ചിന്തയുണ്ട്. അല്ലേ താൻ അങ്ങനെ ഒരു കാര്യം സംശയം പറഞ്ഞിട്ടും അവനത് കാര്യമാക്കിയില്ല, പിന്നീട് ചോദിച്ചതുമില്ല. ഇന്ന് രാവിലെ ഓഫീസിൽ പോയപ്പോഴും നോക്കാൻ ഒരു ഫയൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അത് അതേപടി അവൻ്റെ റൂമിൽ തന്നെ വെച്ചിട്ട് ഇറങ്ങിപ്പോന്നു. അയാൾക്ക് അയാളുടെ ജോലി, സ്നേഹിക്കുന്ന പെണ്ണ് എല്ലാമുണ്ട്. അതൊന്നും നഷ്ടപ്പെടുകയുമില്ല ഒരിക്കലും. അത് പറ്റിയൊന്നും ഓർത്ത് ടെൻഷനും ഉണ്ടാവില്ല. എല്ലാം അനുഭവിക്കുന്നത് ഞാനും. അർജുൻ വന്നതും ആലീസിനോട് പറഞ്ഞിട്ട് അവൾ പുറത്തേക്കിറങ്ങി. ലിഫ്റ്റിൽ കയറി താഴെ എത്തും വരെ അവൾക്കുള്ളിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ആരെങ്കിലും പിന്നാലെ ഉണ്ടോ എന്ന് ഇടയ്ക്കിടെ നോക്കി. ഫ്ലാറ്റിലുള്ള ചിലരൊക്കെ അടുത്തുണ്ടായിരുന്നുകൊണ്ട് ഒറ്റയ്ക്കാണെന്ന് തോന്നിയതുമില്ല. അങ്ങേര് പോയോടി? കുറച്ച് മുന്നേ പോയതേ ഉള്ളൂ. ഇനി എന്തായാലും വൈകിട്ടേ വരൂ. നീ പറഞ്ഞോ എൻ്റെ കൂടെ പോരുന്ന കാര്യം? അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. പറഞ്ഞില്ലെന്ന് പറയാൻ അവൾക്കെന്തോ തോന്നിയില്ല. രണ്ടാളും കാറിലേക്ക് കയറിയതും ചുമരിൽ മറിഞ്ഞു നിന്നവൻ കയ്യിൽ നിന്ന് ഫോണെടുത്ത് ആർക്കോ കോൾ ചെയ്തു കഴിഞ്ഞിരുന്നു. ദിവസങ്ങളായുള്ള പ്ലാനുകൾ നടപ്പിലാക്കാൻ കിട്ടിയ അവസരത്തിൻ്റെ സന്തോഷമുണ്ടായിരുന്നു അയാളുടെ മുഖത്ത്. ഒപ്പം എന്തൊക്കെയോ കണക്കുകൂട്ടലുകളും. ഇനിയും കാത്തു നിൽക്കാൻ അവനും ഒരുക്കമായിരുന്നില്ല. കയ്യിൽ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ അവനെക്കൊണ്ട് പലതും ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചു. ഇതൊന്നും അറിയാതെ തനിക്ക് വേണ്ടി ഒരു വല നെയ്ത് ശത്രു കാത്തിരിപ്പുണ്ടെന്നറിയാതെ അവനൊപ്പം അവൾ യാത്ര തുടങ്ങി. നമുക്കൊരു സിനിമ കാണാൻ പോയാലോ? വേണ്ട, എനിക്കിന്ന് അതിനൊന്നും പറ്റിയൊരു മൂടല്ല. അതെന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്കെന്തോ വിഷമമുള്ളതുപോലെ. ഡ്രൈവ് ചെയ്യുന്നതിന് അവളെ നോക്കിക്കൊണ്ടാണ് അവൻ ചോദിക്കുന്നത്. നിനക്ക് പോലും അങ്ങനെ നോക്കി. എന്നിട്ടും ഞാൻ പറഞ്ഞിട്ട് അയാൾക്ക് മാത്രം മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത് എന്താണെന്ന്. ആർക്ക്? നിൻ്റെ ബോസിനോ? അല്ല, അതിന് മാത്രം എന്താ നീ അയാളോട് പറഞ്ഞത്? പറ ഭദ്രേ. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് നീ എടുത്തു ചാടിയൊന്നും പ്രവർത്തിക്കരുത്. എനിക്കിപ്പോഴും അറിയില്ല അതിലെ സത്യാവസ്ഥ.
നീ വളച്ചു ചുറ്റാതെ പറയുന്നുണ്ടോ ഭദ്രേ? അവൻ്റെ സ്വരം മാറിയിരുന്നു. ഭദ്ര ഇനിയും കാത്തിരിക്കാൻ വയ്യാത്തതുപോലെ അവനോടെല്ലാം പറഞ്ഞു തുടങ്ങി. എല്ലാം കേൾക്കും തോറും അവൻ്റെ കൈകൾ ദേഷ്യത്തോടെ മുറുകി. എന്നിട്ട് നീ ഇതൊക്കെ ഇപ്പോഴാണോ പറയുന്നത്? അവൻ്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ടതും അവൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള പേടിയോടെ അവനെ നോക്കി.